2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 3 മുന്നണികൾക്കും അതിലെ LDFനും UDFനും കിട്ടാവുന്നതും നഷ്ടപ്പെടാവുന്നതും NDAക്ക് നേടാവുന്നതുമായ 4 ജില്ലകളിലേക്കൊന്ന് പോവുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലേക്ക്. തിരുവനന്തപുരം ജില്ലയിലേക്ക് നോക്കിയാൽ ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് UDF നിൽക്കുന്നത്. അത് കോവളം നിയോജക മണ്ഡലമാണ്. അവിടെ M. വിൻസെന്റ് ആണ്. ബാക്കി 13 മണ്ഡലങ്ങളിലും LDFന്റെ സ്വാധീനമാണുള്ളത്. ഈ കോവളം നിയോജക മണ്ഡലത്തില് ഈ വിൻസെന്റ് പൊതുവെ വളരെ ജനകീയനായിട്ടുള്ള ഒരാളാണ്. പൊതു ഇടങ്ങളിലെല്ലാം തന്നെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. മറ്റു ചില കാര്യങ്ങളാൽ അദ്ദേഹത്തിന് പേരുദോഷമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മാങ്കൂട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വളരെ തുലവും നിസാരമായിട്ടുള്ള കാര്യമായിട്ട് കണ്ടാൽ മതി. അതിപ്പോൾ എല്ലാ പാർട്ടികളിലും ഉള്ളതുകൊണ്ട് അതൊന്നും വിൻസെന്റിന് ദോഷമായിട്ട് ഭവിക്കാൻ ഇടയില്ല. പക്ഷേ LDF അതിശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിക്കഴിഞ്ഞാൽ കോവളം തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ പാറശാലയിലും നെയ്യാറ്റിൻകരയിലെയും സ്ഥിതി എന്ന് പറയുന്നത് അവിടുത്തെ LDFന്റെ MLA-മാരൊക്കെ തന്നെ വളരെ ശക്തരായിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ കാട്ടാക്കടയിലും IB സതീഷിന്റെ ആ മണ്ഡലത്തെയും തൊടാൻ കഴിയില്ല. പക്ഷെ അവിടെ BJP അല്പം നോട്ടം കുറിച്ചിട്ടുള്ള മണ്ഡലമാണ്. ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ മണ്ഡലമാണ്. അവിടെ മുരളീധരൻ 1-ാം സ്ഥാനത്തും എത്തിയതാണ്. അവിടെ PK കൃഷ്ണദാസ് ആയിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി എന്നറിയുന്നു. പക്ഷെ IB സതീഷിനെ പരാജയപ്പെടുത്തണമെങ്കിൽ അല്പം പ്രയാസപ്പെടുമെന്നുള്ളതാണ്. അതുപോലെ അരുവിക്കര മണ്ഡലത്തിലെ ശബരിനാഥിനെ തോൽപ്പിച്ചിട്ടാണ് സ്റ്റീഫൻ അവിടെ MLA ആയിരിക്കുന്നത്. സ്റ്റീഫൻ അവിടെ കളം പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശബരിനാഥിന് രക്ഷയില്ല എന്നുള്ളതാണ്. ശബരിനാഥ് ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രലിലാണ്. പക്ഷെ തിരുവനന്തപുരം സെൻട്രൽ UDFിലെ ഘടകകക്ഷിയായ CMPക്ക് കൊടുക്കും. CP ജോൺ ഇവിടെ നിർത്താനാണ് പാർട്ടി ആലോചിക്കുന്നത്. CP ജോൺ മുമ്പ് കുന്നംകുളത്ത് മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ സാധ്യത തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മത്സരിക്കുക. അദ്ദേഹത്തെ UDF അധികാരത്തിൽ വന്നാൽ മന്ത്രി പദവിയിൽ എത്തേണ്ട ഒരാളുമാണ്. എന്തായാലും അത് ഇപ്പോഴത്തെ MLA ആന്റണി രാജു ആണ്. ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസ് ഒന്നുകിൽ അത് CPM ആന്റണി രാജുവിൽ നിന്ന് അത് എടുക്കും, അല്ലെങ്കിൽ ആന്റണി രാജു മത്സരിക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ തോറ്റിരിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. പിന്നെ നേമം മണ്ഡലത്തില് എന്തായാലും BJP രണ്ടും ഇറങ്ങും. അത് രാജീവ് ചന്ദ്രശേഖറാണ് അവിടെ മത്സരിക്കുന്നതെന്ന് ഇപ്പോൾ തന്നെ അറിവായിട്ടുണ്ട്. അവിടെ ശിവൻകുട്ടി അവിടെ നിന്ന് ജയിച്ചു മന്ത്രിയായി. ശിവൻകുട്ടി മന്ത്രി എന്നുള്ള രീതിയിലൊക്കെ തന്നെ മികച്ച പ്രകടനമാണ്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 2006 വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി 2-ാം മുണ്ടൻ ചമഞ്ഞ് നടക്കുക മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ എത്രയോ മഹത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ശിവൻകുട്ടി ചെയ്തിട്ടുള്ളത്. ശിവൻകുട്ടിക്ക് ആകെയുള്ള പേരുദോഷം എന്ന് പറയുന്നത് നിയമസഭയില് അന്ന് കാണിച്ച കോപ്രായം മാത്രമേ ഉള്ളൂ. അതല്ലാതെ നേമം മണ്ഡലത്തിൽ ശിവൻകുട്ടിക്ക് വലിയ സ്വാധീനമുണ്ട്. ഓരോ വോട്ടർമാരെയും പേരെടുത്ത് വിളിക്കത്തക്കവണ്ണമുള്ള പരിചയം പോലും ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങില്ല. പക്ഷെ ശിവൻകുട്ടി അല്ലാതെ വേറൊരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ തോൽവി ഉറപ്പാണ്. ആര്യ രാജേന്ദ്രൻ നിൽക്കും എന്നാണ് അറിയുന്നത്. ആര്യ രാജേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ പരാജയം രാവിലെ 8 മണിക്ക് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും കടുത്ത മത്സരത്തിലേക്ക് പോകും. വട്ടിയൂർക്കാവില് BJPയിൽ നിന്ന് കൃഷ്ണകുമാർ ആയിരിക്കും, നടൻ കൃഷ്ണകുമാർ. അതുപോലെ CPMന്റെ VK പ്രശാന്തിനെ ഒരുപക്ഷെ കഴക്കൂട്ടത്തേക്ക് മാറ്റും എന്നാണ് അറിയുന്നത്. ഇപ്പോൾ പ്രശാന്താണ് അവിടുത്തെ സിറ്റിംഗ് MLA. മുരളീധരനെ അവിടെ നിർത്തണമെന്ന് ചിലർ പാർട്ടിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മുരളീധരൻ അതിന് തയ്യാറാകത്തില്ല. BJP ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാണിച്ച ഒരു മണ്ഡലമാണ്. BJP നോട്ടമിട്ടിരിക്കുന്നതുമാണ്. 2-ാം സ്ഥാനത്ത് വരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ എത്തി. TN സീമയെ 3-ാം സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തതാണ്. ഇനി നമ്മള് കൊല്ലം മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് ഇപ്പൊ കുണ്ടറയാണ് പിന്നെ PC വിഷ്ണുനാഥാണ്.
അവിടെ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തിയിട്ടാണ്. മേഴ്സിക്കുട്ടിയമ്മ ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ പേരിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി, അതിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. PC വിഷ്ണുനാഥ് മികച്ച പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കുണ്ടറയിലോ കൊല്ലത്തോ മത്സരിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ചിന്തോചറോ നടക്കുന്നത്. ചിന്തോചറം വന്നു കഴിഞ്ഞാൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എളുപ്പമായി നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിലിരുന്നാലും മതി. അങ്ങനെ അതുപോലെ കൊല്ലത്ത് നോട്ടമിടുന്നുണ്ട്. മുകേഷിനെ മാറ്റി, മുകേഷ് എന്തായാലും സീറ്റ് കൊടുക്കില്ല. മുകേഷിനെ പാർട്ടിയുടെ അടിത്തറ തന്നെ ഇല്ലാതാക്കി കളയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ CPM-ന് നഷ്ടപ്പെടാൻ പോകുന്ന മണ്ഡലം എന്ന് പറയുന്നത് കൊല്ലം മണ്ഡലം നഷ്ടപ്പെടും. അതുപോലെ ചടയമംഗലം CPI-ക്ക് കൊടുത്തിട്ടുള്ളതാണ്. ചിഞ്ചിറാണി വലിയ പരാജയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചിഞ്ചിറാണിക്കും CPI-യിലെ അവിടെ മുല്ലക്കര രത്നാകരനൊക്കെ നിന്ന് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചിഞ്ചിറാണിക്ക് പരാജയം വന്നു കഴിഞ്ഞാൽ LDF-ന് അവിടെ ഒരു സീറ്റ് ഇല്ലാതാകുമെന്നുള്ളതാണ്. അതുപോലെ ഇരവിപുരം നൌഷാദാണ് അവിടുത്തെ MLA. CPM അണികളിൽ തന്നെ നൌഷാദിന് എതിരായിട്ട് പോലും പലരും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നൌഷാദിന്റെ കാര്യവും വളരെ പരിങ്ങലിൽ നിൽക്കുന്നതാണ്. അപ്പോൾ കൊല്ലത്ത് അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയില് കഴിഞ്ഞ 2021 കോൺഗ്രസിലെ CR മഹേഷാണ് CPI-യുടെ കയ്യിൽ നിന്ന് ഈ സീറ്റ് പിടിച്ചു എടുത്തു എന്നുള്ളതാണ്. CR മഹേഷ് അവിടെ താഴേത്തട്ടിൽ വരെ വലിയ പ്രവർത്തനമാണ്, ഒരു പഞ്ചായത്ത് മെമ്പറുടേതായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു MLA ആണ് മഹേഷ്. മഹേഷിനെ ആണ് പലപ്പോഴും പലർക്കും മാതൃകയാക്കാവുന്ന ഒരു MLA കൂടിയാണ്. അത് മഹേഷ് തന്നെ ആ മണ്ഡലം നിലനിർത്തുകയും ചെയ്യും. അപ്പോൾ ഇരവിപുരവും ചടയമംഗലവും കൊല്ലം ജില്ലയിൽ ഇവർക്ക് LDF-ന് നഷ്ടപ്പെടും. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ കടുത്ത മത്സരം നടക്കാൻ പോകുന്നത് ആറന്മുളയും തിരുവല്ലയിലുമായിരിക്കും. ആറന്മുളയില് മന്ത്രി വീണ ജോർജാണ്. അത് വീണ ജോർജിനെതിരെ കേരളം ഒട്ടാകെ ഒരു തരംഗം നിൽക്കുന്നുണ്ട്. അത് ആറന്മുളയിലും പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പാണ്. 2016-ലും 2021-ലും അവിടെ നിന്നാണ് ജയിച്ചിട്ടുള്ളത്. ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയിട്ടാണ് വീണ ജോർജ് കയറി വരുന്നത്. അപ്പോൾ ആറന്മുളയില് BJP-ക്ക് ഏറെ നോട്ടമുള്ള ഇടമാണ്. BJP അവിടെ ഒന്നുകിൽ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ വിജയസാധ്യതയുണ്ട്, അല്ലെങ്കിൽ തിരുവല്ലയിലും അനൂപ് ആന്റണി വളരെ സമർത്ഥനായിട്ടുള്ള ക്രൈസ്തവ മുഖമാണ് BJP-യുടെ. തീർച്ചയായിട്ടും അത്തരത്തില് തിരുവല്ലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അനൂപ് ആന്റണി രംഗത്ത് നിൽക്കുന്നത്. അത് BJP-ക്ക് അവിടെ നേടിയെടുക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ളതാണ്. BJP മുമ്പും വലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവല്ല. അതുപോലെ തന്നെ ആറന്മുളയിൽ കുമ്മനം രാജശേഖരന്റെ പേരും പറയുന്നുണ്ട്. മറ്റ് ഒരു ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ ആലപ്പുഴയാണ്. ആലപ്പുഴയില് നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ജില്ലയാണെങ്കിലും ഏറ്റവും കൂടുതൽ വിഭാഗീയത നടമാടുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. ആലപ്പുഴയിലെ അമ്പലപ്പുഴ സീറ്റായിരിക്കും ഇവർക്ക് പ്രധാനമായിട്ട് നഷ്ടപ്പെടാൻ പോകുന്നത്. H. സലാമിന് എതിരെ അതിശക്തമായിട്ടുള്ള ഒരു വികാരമുണ്ട് അവിടെ. G. സുധാകരൻ ഒരിക്കലും വെറുതെ ഇരിക്കത്തില്ല. സുധാകരൻ അതിശക്തമായിട്ട് പാർട്ടിയെ തെറ്റ് കണ്ടാൽ വിരൽ ചൂണ്ടിക്കൊണ്ട് അതിൽ പ്രതികരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ കായംകുളത്ത് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് പ്രതിഭാകരിയെ മാറ്റിക്കഴിഞ്ഞാൽ പ്രതിഭാകരിക്ക് തുല്യമായിട്ട് വേറൊരു സ്ഥാനാർത്ഥി അവിടെ നിർത്താൻ ആളില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സുജാതയുടെ പേര് പറയുന്നുണ്ട്, പക്ഷെ അത്ര വിജയസാധ്യതയിൽ എത്തുമെന്നുള്ളത് കണ്ടറിയണം. ശോഭാ സുരേന്ദ്രനായിരിക്കും BJP-യിൽ നിന്ന് അവിടെ മത്സരിക്കുക എന്നറിയുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ശോഭാ സുരേന്ദ്രൻ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു മണ്ഡലം കൂടിയാണ് കായംകുളം. അപ്പോൾ പ്രതിഭയ്ക്ക് പകരം ആരെ എന്നുള്ളതുകൊണ്ട് അമ്പലപ്പുഴയും കായംകുളവും LDF-ന് നഷ്ടപ്പെടാൻ ഇടയുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നുണ്ട്. അതാണ് ആലപ്പുഴ ജില്ലയിലെ. അപ്പോൾ NDA-ക്ക് സാധ്യത ഈ പറഞ്ഞ ഇടങ്ങളില് 3 സീറ്റ് NDA-ക്ക് കാണുന്നുണ്ട്. LDF-ന് നഷ്ടം സംഭവിക്കും, ഒപ്പം UDF-നും ചിലയിടത്ത് നേട്ടം ഉണ്ടാക്കാനും കഴിയുമെന്നുള്ളതാണ്.